വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത്. എന്താ? ഈ നമ്പർ ഏതാണെന്ന് അറിയോ നിനക്ക്? അറിയാം. ഇത് ശ്രുതിമോള് താമസിക്കുന്ന സ്ഥലത്തിന്റെ നമ്പർ അല്ലേ? അതെ, ഈ നമ്പർ സ്വാമിയുടെ ഫോണിൽ നിന്ന് കിട്ടിയതാ. അയാൾ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു തവണയല്ല, പല തവണ. അതെന്തിനാ സ്വാമി ശ്രുതിമോള് താമസിക്കുന്നിടത്തേക്ക് വിളിക്കുന്നത്? അതെനിക്കറിയില്ല. ചോദിച്ചാലും അയാൾ സത്യമൊന്നും പറയാൻ പോകുന്നില്ല. വിളിച്ചത് അയാളായതുകൊണ്ട് തന്നെ അതിലൊരു അപകട സൂചനയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അയാൾ ശരിക്കും ആരാണ്, എന്താണ് എന്നൊന്നും നമ്മൾ തിരിച്ചറിയാത്ത സ്ഥിതിക്ക് ശ്രുതിമോൾക്കൊരു അപകടവും വരാതെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അല്ല, ഡാഡി പറഞ്ഞിട്ടായിരിക്കും ഇനി വിളിച്ചത്. സാറെന്തിനാ അയാളെ കൊണ്ട് വിളിപ്പിക്കണം? സാറിന് നേരിട്ട് വിളിക്കാമല്ലോ. ഇത് സാറ് പറഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. തങ്കച്ചിയുടെ ആളും കൂടിയാ സ്വാമി. അറിയാലോ തങ്കച്ചി എന്തിനാ നടക്കുന്നതെന്ന്. തങ്കച്ചിക്ക് വേണ്ടിയാണെങ്കിലോ സ്വാമി അങ്ങോട്ട് വിളിച്ചത്. അപ്പൊ നമ്മളിനി എന്ത് ചെയ്യും? ഭാഗ്യത്തിന് ഇതുവരെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. സ്വാമി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യണം. ശ്രുതിമോളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. എങ്ങോട്ട് മാറ്റാനാ? സ്ഥലം വേറെ കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ വലുത് അവളുടെ സുരക്ഷയാണ്. അതിലൊരു വീഴ്ചയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. ഒന്ന് കഴിയുമ്പോ വേറെ ഒന്ന്. എന്റെ മോളെ എങ്ങാനും തൊട്ട് കളിച്ചാ കൊല്ലും ഞാൻ അയാള്. നിന്റെ മാത്രം മോളല്ല അക്ഷര, നമ്മുടെ മോള്. അപകടം വന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ നല്ലത് അപകടം വരാതെ നോക്കുന്ന. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. മറ്റൊരു സ്ഥലത്തേക്ക് ശ്രുതിമോളെ നമ്മൾ മാറ്റിയിരിക്കും. അപ്പൊ നമ്മുടെ ശത്രുക്കളുടെ എണ്ണം വീണ്ടും കൂടിയല്ലേ ചേച്ചി? ഇപ്പൊ ലിസ്റ്റിൽ ഒരാളും കൂടി വന്നു, ചന്ദ്രലേഖ. അവളുടെ മനസ്സിലെ തെറ്റിദ്ധാരണകൾ മാത്രമേ ഉള്ളൂ. അത് മാറ്റാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. അതല്ലെങ്കിൽ നടേശൻ സാറിന്റെ യഥാർത്ഥ കൊലയാളിയെ പോലീസ് പിടിക്കണം. അതൊട്ട് സംഭവിക്കാനും പോകുന്നില്ല. സിദ്ധുവേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. ഈ പ്രഷർ മുഴുവൻ സിദ്ധുവേട്ടൻ ഒറ്റയ്ക്ക് താങ്ങണ്ടേ? അതിലെനിക്കും വിഷമമുണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നിത്യ. അതിപ്പോ പറ്റായികയൊന്നുമില്ല. ഏട്ടത്തി വിചാരിച്ചാ അത് സാധിക്കും. ഇന്നലെ തന്നെ സിദ്ധുവേട്ടൻ വീട്ടിലെത്തിയത് എങ്ങനെയാ? ഏട്ടത്തി വിചാരിച്ചതുകൊണ്ടല്ലേ. ഏട്ടത്തിയുടെ ഉപദേശം കൊണ്ട് മാത്രമേ ഇനി സിദ്ധുവേട്ടനെ നേരെയാക്കാൻ പറ്റൂ. എന്റെ അഭിപ്രായം ഏട്ടത്തി പൂർണ്ണമായിട്ടും സിദ്ധുവേട്ടനെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നാ. പണ്ടത്തെ അത്ര അടുപ്പം വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ടോക്കിംഗ് ടേംസ് എപ്പോഴും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ല, കഴിയുമെങ്കിൽ ഏട്ടത്തി സിദ്ധുവേട്ടനൊന്ന് വിളിക്കണം. എന്നിട്ട് ആ ചന്ദ്ര ഇവിടെ വന്ന കാര്യം പറയണം. ചന്ദ്രയുടെ മനസ്സിൽ എന്താണെന്ന് സിദ്ധുവേട്ടനും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അതൊന്നും വേണ്ട മോളെ. ഞാൻ വിളിച്ചാ ശരിയാവില്ല. ചന്ദ്ര എങ്ങാനും ആ വിവരം അറിഞ്ഞാ പിന്നെ അതും മതി സിദ്ധുവിന്റെ സ്വസ്ഥത പോവാൻ. അവരിപ്പോ ഭാര്യയും ഭർത്താവുക. അവർക്കിടയിൽ ഞാനൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതേത് രൂപത്തിലായാലും അത് ചന്ദ്രയെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. എന്റെ സൗഹൃദം വകവച്ച് തരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല ചന്ദ്ര. അവളുടെ ഉള്ളിൽ മുഴുവൻ പകയാ. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ സിദ്ധുവിൽ നിന്ന് ഒരകലം പാലിച്ചേ പറ്റൂ. പിന്നെ ചന്ദ്രയുടെ മനസ്സിലിരിപ്പ് അത് സിദ്ധുവിന് ഇന്നലെ ഒറ്റൊരു ദിവസം കൊണ്ട് മനസ്സിലായി കാണും. അതിനെന്റെ സഹായം ആവശ്യമില്ല. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എടുത്തി? അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഒരു തുടക്കം ഉണ്ടെങ്കിൽ അവസാനം ഉണ്ടായല്ലേ പറ്റൂ. പക്ഷെ ഒന്ന് ഞാൻ പറയാം,
അവസാനം ജയിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. കാരണം ന്യായം തോറ്റാൽ തോൽക്കുന്ന ഈശ്വരന്മാരോടിയാ. അതൊരിക്കലും സംഭവിക്കില്ല. സംഭവിക്കാൻ വിടില്ല ദൈവങ്ങള്. ഓക്കെ ശരത്തെ. ആരടി ഇവൻ? അറിയില്ലേ ശരത്ത്? ആളാരാണെന്ന് എനിക്ക് മനസ്സിലായി. നീയും ഇവനും തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം. ഞാൻ എന്നൊരു സ്ഥലം വരെ പോയിരുന്നു. അവിടുന്ന് തിരിച്ചു വരാൻ എനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നി. നിങ്ങളെ വിളിച്ചാൽ ഒരിക്കലും വന്ന് കൂട്ടിക്കൊണ്ട് വരാനൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശരത്തിനെ വിളിക്കേണ്ട താമസം സന്തോഷത്തോടെ ശരത്ത് വന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ശരത്ത് പൊയ്ക്കോ, ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എനിക്കാരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല. ഇതെന്റെ വീടാ. അത് പണ്ട്. ഇപ്പൊ ഇതെന്റെയും കൂടി വീടാ. അവനെ പോലുള്ളവരോടൊപ്പം അഴിഞ്ഞാടാമെന്നാണ് വിചാരമെങ്കിൽ അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ലടി. താനിപ്പൊ കുറ്റപ്പെടുത്തിയ ശരത്തിന്റെ കൂടെ അല്ലേടോ താൻ കെട്ടാനിരുന്ന പെണ്ണ് താമസിക്കുന്നത്. ശരത്തിന് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിലേ അവരൊരു വീട്ടിൽ താമസിക്കോ? ഇനി കുഴപ്പമുണ്ടെന്ന് തന്നെ വെക്ക്. എനിക്ക് അതുകൊണ്ട് പ്രശ്നമില്ലെങ്കിലോ? ആദ്യം സ്വയം നന്നാവാൻ നോക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ളവരെ നന്നാക്കല്. എന്നെ ചട്ടം പിടിപ്പിക്കാൻ തനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാ മതി. കല്യാണ രാത്രി പഴയ കാമുകിയെ കാണാൻ പോയ തനിക്ക് എന്നെ ഉപദേശിക്കാൻ ഒരു യോഗ്യതയില്ല. മനസ്സിലായോ?